യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവനേറെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർ ഒന്നായിരിക്കണം, പിതാവും താനും ഒന്നായിരിക്കുന്നത് പോലെ അവരും പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ, അല്ലെ ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന ആ വിശുദ്ധ നാമത്തിൽ അവർ ഒന്നായിരിക്കണം. ക്രിസ്തുവിൻ്റെ പേരിൽ അവരെപ്പോഴും ഒന്നായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒന്നായി ഇരിക്കേണ്ടതിന് അവർ ചെയ്യേണ്ടത് ക്രിസ്തു എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ അവർ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ക്രിസ്തു അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇന്ന് സുവിശേഷത്തിൽ വളരെ മനോഹരമായി അതിനെക്കുറിച്ച് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവം ക്രിസ്തുവിനെ അയച്ചതുപോലെ ക്രിസ്തു അവരെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഈ പിതാവായ ദൈവത്തിൻ്റെ കൂദാശയാണ് ക്രിസ്തു. കൂദാശ എന്ന് പറഞ്ഞാൽ ദൃശ്യമായ ദൈവത്തെ നമ്മൾ കാണുന്നത്, അദൃശ്യനായ ദൈവത്തെ ദൃശ്യമായി നമ്മൾ കാണുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് എല്ലാ കൃപകളുടെയും കൂദാശ. ഇനി എന്തിനാണ് ഈ ക്രിസ്തുവിനെ അയച്ചത്? ഈ ദൈവം മനുഷ്യാവതാരം ചെയ്തത് തന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനാണ്, ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുനാഥൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവം ലോകത്തിന് രക്ഷയ്ക്കായി ക്രിസ്തുവിനെ അയച്ചതുപോലെ ക്രിസ്തു ഇപ്പോൾ ഈ മനുഷ്യരെ തൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കുകയാണ്, ഈ ശിഷ്യന്മാരെ. അപ്പോൾ അവരെ അയക്കുന്നത് എങ്ങനെയാണ്? പിതാവ് തന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. അപ്പം ക്രിസ്തുവും അവരെ അയക്കുന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാൻ. അപ്പോൾ ഓരോ മനുഷ്യനെയും ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മറ്റുള്ള മനുഷ്യൻ്റെ രക്ഷ ഉറപ്പാക്കാനാണ്. അയക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം ക്രിസ്തുവിനെ പോലെ അയക്കപ്പെട്ടിരിക്കുന്നവരാണ്. ക്രിസ്തുവിനെ അയച്ചിരുന്നത് ആരെയും ശിക്ഷിക്കാനല്ല, എല്ലാവരും രക്ഷിക്കാൻ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ശിരസ്സിന് മീതെ ദൈവം എഴുതിയിരിക്കുന്ന ഒരു കൂദാശയുടെ വചനം, നീ രക്ഷകനായി മാറണമെന്നുള്ളതാണ്. നീ നിൻ്റെ തന്നെ ആത്മാവിനെ രക്ഷിക്കണം, നീ നിനക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ രക്ഷകനായി തരണം. ഈ രക്ഷ എന്ന് പറയുന്നത് ആധ്യാത്മികപരമായ ഒന്ന് മാത്രമല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിക്കാണുമ്പോഴും രക്ഷ ആവശ്യമായിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അടിമത്തത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം രക്ഷയായി മാറാൻ നിന്നെ കഴിയണം. ഒരു കൂദാശയെപ്പോലെ നിന്നിലൂടെ അദൃശ്യനായ ദൈവത്തെ അവർ കാണണം, തിരിച്ചറിയണം. ഇത് ഓരോ മനുഷ്യൻ്റെയും മേലുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഇത് പൂർത്തിയാകുമ്പോഴാണ് അവർ ക്രിസ്തുവിൽ ഒന്നായി തീരുന്നത്, ക്രിസ്തുവായി തീരുന്നത്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ ആഗ്രഹിക്കുന്നത് പോലെ രക്ഷകനായി തീരാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.